മറ്റൊരു വാർത്തയിലേക്ക്. കലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിൽ സംഘാടകരായ മൃദംഗ വിഷ്ണയെ വിമർശിച്ച് ഹൈക്കോടതി. പങ്കെടുത്തവരിൽ നിന്ന് സംഘാടകർ എന്തടിസ്ഥാനത്തിലാണ് പണം വാങ്ങിയതെന്നും മനുഷ്യന് അപകടം പറ്റിയിട്ട് പരിപാടി നിർത്തിവെക്കാൻ സംഘാടകർ തയ്യാറായോ എന്നും കോടതി ചോദിച്ചു. നികോഷ് കുമാർ ഉൾപ്പെടെയുള്ളവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് കടുത്ത വിമർശനം. പരിപാടിയുടെ ബ്രോഷർ, നോട്ടീസ് ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും ഹാജരാക്കാനും മൃദംഗ വിഷ്ണന്റെ ഉടമകൾക്ക് നിർദ്ദേശം നൽകി. മുസ്തഫ ചേരുന്നു. മുസ്തഫ, രൂക്ഷ വിമർശനമാണ്. എന്താണ് കോടതിയിലുണ്ടായത്? ഇന്ന് ഈ കലൂർ സ്റ്റേഡിയത്തിലെ അപകടവുമായി ബന്ധപ്പെട്ട് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലുള്ള രണ്ടാമത്തെ എഫ്ഐആറിൽ, അതായത് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടോ അതോടൊപ്പം തന്നെ വഞ്ചന കേസുമായി ബന്ധപ്പെട്ടും രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ സംബന്ധിച്ചാണ് നികോഷ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ആ ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് കടുത്ത വിമർശനം ഹൈക്കോടതി ഉന്നയിച്ചത്. പ്രത്യേകിച്ച് പങ്കെടുത്തവരിൽ നിന്ന് സംഘാടകർ പണം വാങ്ങി എന്ന് കേൾക്കുന്നുണ്ട്. അത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഒപ്പം തന്നെ ഈ MLA അവിടെ വീണതിന് ശേഷവും പരിപാടി തുടർന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഏത് തരത്തിലാണ് അങ്ങനെ പരിപാടി നടത്താൻ കഴിയുക? സംഘാടകർ ഏതെങ്കിലും തരത്തിൽ പരിപാടി നിർത്തിവെക്കാൻ തയ്യാറായി? ഒരു സാധാരണ മനുഷ്യനാണ് വീണതെങ്കിൽ പോലും ആ പരിപാടിക്ക് വന്ന ഒരാൾക്ക് അപകടം പറ്റിയാൽ പരിപാടി നിർത്തിവെക്കേണ്ടതില്ലേ എന്നതുൾപ്പെടെയുള്ള അതിരൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. എന്തായാലും പരിപാടിയുടെ ബ്രോഷറും നോട്ടീസും ഉൾപ്പെടെയുള്ള മുഴുവൻ രേഖകളും സംഘാടകർ ഹാജരാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ മൃദംഗ വിഷ്ണു ഉടമകളോടാണ്. പ്രധാനമായും CEO ഷമീർ അബ്ദുൽ റഹീം, അതോടൊപ്പം തന്നെ MD നികോഷ് കുമാറിന്റെ ഭാര്യ മിനി എന്നിവരാണ് സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. ഇവർക്കാണ് ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ അതിരൂക്ഷ വിമർശനം. ഒപ്പം തന്നെ ഇവർക്ക് കോടതി ഒരു നിർദ്ദേശവും കൂടി നൽകിയിരിക്കുന്നു. മുഴുവൻ രേഖകളും ഹാജരാക്കണം. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ മറ്റൊരു ദിവസത്തേക്ക് വേണ്ടി പരിഗണിക്കാൻ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ശരി മുസ്തഫ.